നാം ആദരിക്കുന്ന മറ്റു നേതാക്കന്മാരെ കുറിച്ച് ആലോചിച്ചു. ഗാന്ധിജി, കാൾ മാർക്സ്, നമ്മുടെ കാലത്ത് തന്നെ ജീവിച്ചു പോയ ഒരുപാട് ആളുകൾ. അവരുടെയൊക്കെ ഐഡിയോളജി അവരുടെ ഫോളോവേഴ്സ് പറയുന്നല്ലാതെ ജനിച്ച ദിവസം, അന്നത്തെ കാലാവസ്ഥ, ഭാവം, പിന്നീട് ഓരോ മാസവും നടക്കുന്നത്, വർഷവും നടക്കുന്നത്, അതൊക്കെ ആരോർത്തു വെക്കാൻ. പക്ഷെ ഇത് ഒരു മാസവും കൊല്ലവും നടന്നതല്ല, ദൈനംദിന ഡേ ടു ഡേ ലൈഫ് രേഖപ്പെടുത്തപ്പെട്ടു. അതുകൊണ്ടാണ് 5,31,195 ദിവസം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 16 2024 റബീഉൽ അവ്വൽ 12 കണ്ണുകൊണ്ട് രൂപം കണ്ടവരാരുമില്ല എന്ന് ജീവിച്ചിരിക്കുന്നവരിൽ, കാതുകൊണ്ട് ശബ്ദം കേട്ടവരില്ല. ഒരു കാരിക്കേച്ചർ ഇസ്ലാം സമ്മതിക്കുന്നില്ല. ഒരു പ്രതിമയോ കാർട്ടൂണോ ഇസ്ലാം സമ്മതിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഒരു ഹിക്മത്ത് നോക്ക്. അള്ളാഹുവിന്റെ ഒരു ചിത്രം എന്നുള്ളത് നമുക്ക് മനസ്സുകൊണ്ട് പോലും ചിത്രീകരിക്കാൻ കഴിയാത്ത വിധം നിഗൂഢമാണ്, അല്ലെങ്കിൽ അത് അചുംബിതമാണ് എന്നുള്ള പദമായിരിക്കും മലയാളത്തിൽ ഒന്നുകൂടി കൃത്യം. മനോഹരമാണ് എങ്കിലും അപ്രാപ്യമാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് പുണ്യ നബിയുടെ ഒരു ചിത്രം വാസ്തവത്തിൽ ലഭ്യമല്ല. 2000 കൊല്ലം മുമ്പുള്ള മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, റസൂലുള്ളാഹിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ക്രിസ്ത്യൻ സഹോദരങ്ങൾ ദൈവമായി വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഭാഗമായി വിശ്വസിക്കുന്ന നമ്മുടെ മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിന്റെ ചിത്രം ഇന്നുണ്ട്. ഏകദേശം ചരിത്രത്തിൽ വായിച്ചാൽ ഇതേപോലെ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധം ആയിരുന്നു ഈസാ അലൈഹിസ്സലാം. പുണ്യ നബിയുടെ ചിത്രവും ഒരു താപൂത്തിലുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല, അന്ത്യനാളാകുമ്പോൾ അതൊക്കെ പുറത്തു വരും. ഒരുപാട് കാലം അതുണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാമിക ലോകത്തെ ഷമായിൽ എന്ന് പറയുന്ന, പ്രവാചകന്റെ അവദാനങ്ങളുടെ ലോകത്തെ ഷമായിൽ എന്ന് പറയുന്ന ഒരു ജ്ഞാന മേഖലയുണ്ട്. അതിലെന്താ പറയുന്നത്? കണ്ണുകൊണ്ട് നമ്മൾ കാണാത്ത നബിയുടെ കാലടി മുതൽ തലമുടി വരെ എങ്ങനെയായിരുന്നു? കാലടി മുതൽ തലമുടി വരെ എങ്ങനെയായിരുന്നു? കറുത്ത മുടിയായിരുന്നു, കറുത്ത താടിയായിരുന്നു. സഹാബികൾക്കിടയിലുള്ള ഒരു വാദപ്രതിവാദത്തിന്റെ വിഷയം ആലോചിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. റസൂലുള്ളാഹിന്റെ താടി രോമത്തിൽ എത്രയാണ് വഫാത്താകുന്ന? എങ്ങനെയായിരുന്നു? ഒരു വ്യക്തിത്വത്തിന്റെ ആദർശപരമായ അടയാളപ്പെടുത്തൽ എന്നല്ല, നരച്ചത്, നരക്കാത്തത്, ചെപ്പിലടക്കപ്പെട്ട മുത്തുപോലെയായിരുന്നു പല്ലുകളെന്ന്, പളുങ്ക് പാത്രം പോലെയായിരുന്നു പ്രവാചകന്റെ കണ്ണുകളെന്ന്, മായ മഴ പെയ്ത് തോർന്ന ആകാശം പോലെ പ്രഫായിരുന്നു മുഖഭാവമെന്ന്, അധികം തടിയില്ലെങ്കിലും നേർത്തതാണെങ്കിലും ദൂരെ നിന്ന് കണ്ണിൽ ഒപ്പിയെടുക്കാൻ കഴിയുന്ന വിധം കൂർത്തതായിരുന്നു പുരികമെന്ന്, റുമ്മാൻ പഴത്തിന്റെ കുരു തിളങ്ങുന്ന പോലെ പ്രവാചകന്റെ കവളിന്റെ തുടിപ്പ് സന്തോഷമുണ്ടാകുമ്പോ തിളങ്ങിയിരുന്നു എന്ന്, മുകളിൽ നിന്ന് താഴോട്ട് നീരൊഴുകുന്ന പോലെ ഇടത്തോട്ടോ വലത്തോട്ടൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും നോക്കാതെ സ്വച്ഛന്ത സരിത്ത് പോലെയായിരുന്നു നടന്നത് എന്ന്. മുഖത്ത് നോക്കിയാൽ മീതെ നിലാവുമുള്ള രാത്രിയാണെങ്കിൽ ഏതിനാണ് തിളക്കമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല എന്ന് ഇതൊക്കെ സഹാബികൾ രേഖപ്പെടുത്തുകയാണ്. കറുത്ത കടലാസിൽ അല്ല, വെളുത്ത കടലാസിൽ കറുത്ത മഷി കൊണ്ട് വരച്ചതുപോലെയായിരുന്നു പ്രവാചകന്റെ ഭൂവദനത്തിൽ, വയറ്റിൽ രോമങ്ങൾ കിളിർത്തത് എന്ന് പോലും. അതിനപ്പുറം പറയേണ്ടതില്ലല്ലോ. വെളുത്ത കടലാസിൽ കറുത്ത വര വരച്ചതുപോലെ രോമാവൃതമായ ശരീരമല്ല. 1000 ആൾ ഒന്നിച്ചു നിന്നാലും പ്രത്യേകിച്ച് ഒരാളും പരിചയപ്പെടുത്താതെ തന്നെ ഏത് ശത്രുവിനും അക്കാണുന്നതാണ് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്ന്. ആരും പരിചയപ്പെടുത്തണ്ട. 1000 ആൾക്കിടയിൽ ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും ദൂരെ നിന്ന് ഒറ്റ മാത്രയിൽ ഒരു പരിചയപ്പെടുത്തലുമില്ലാതെ മനസ്സിലാക്കുവാൻ കഴിയും. ആ കാണുന്നതാണ് ഈ മുസ്ലിങ്ങൾ പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഇന്നും. പക്ഷേ കാരിക്കേച്ചർ ഉണ്ടോ? ഇല്ല. പ്രതിമയുണ്ടോ? ഇല്ല. വീഡിയോ ഉണ്ടോ? ഇല്ല. ശബ്ദമുണ്ടോ? ഇല്ല. ഇങ്ങനെ ലോകത്തേത് നേതാവുണ്ട്? അവിടെയാണ് ഈ ചരിത്രപരത ഒന്ന്. രണ്ടാമത്തേത്, ഞാൻ സാമൂഹികമായ വിശകലനമാണ് പറയുന്നത്. ഞാൻ നേരത്തെ ബോധപൂർവം തന്നെയാണ് മനസ്സിലാക്കാൻ കാൾ മാർക്സിനെയും ഗാന്ധിജിയെയും കൊണ്ടുവച്ചത്. ഉദാഹരണത്തിന്, ഏത് ലോക നേതാക്കന്മാരാണെങ്കിലും അവരുടെ അനുയായികൾ ആ നേതാക്കന്മാരെ അവരുടെ ആദർശപരമായി, ആശയപരമായി
അവരനുസരിക്കും. പക്ഷേ ജീവിതം കൊണ്ട് അനുകരിക്കുക എന്ന് പറയുന്നത് അവിടെയൊന്നുമില്ല. അനുകരണം ഒന്ന് വേറെയാണ്, അനുസരണം ഒന്ന് വേറെയാണ്. പുണ്യ നബി ഒരേ സമയം അനുകരിക്കപ്പെട്ടു, അനുസരിക്കപ്പെട്ടു. കാൾ മാർക്സ് താടി വെച്ച പോലെ താടി വെച്ചാലേ പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടൂ എന്ന് ലോകത്തെ ഏറ്റവും വലിയ കേഡർ സിസ്റ്റമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ചട്ടമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്ര മെമ്പർമാരുണ്ടാകും? ഗാന്ധിജി ജീവിച്ച പോലെയാണ് ജീവിക്കേണ്ടത് എങ്കിലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കിട്ടൂ, അല്ലെങ്കിൽ ഗാന്ധി സത്തിൽ മെമ്പർഷിപ്പ് കിട്ടൂ എന്നൊരു ചട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അതേസമയം കാൾ മാർക്സിനെ, എംഗൽസിനെ ഒരുപക്ഷെ ആദർശപരമായി അംഗീകരിക്കേണ്ടി വരും, ഗാന്ധിജി ആദർശപരമായി അംഗീകരിക്കേണ്ടി വരും. തൊഴിലാളി സ്വത്വത്തെ അംഗീകരിച്ചാലേ കമ്മ്യൂണിസം, സോഷ്യലിസം മുന്നോട്ട് പോവുകയും ദേശപ്രസ്ഥാന സിസ്റ്റത്തെ, ദേശാതിർത്തിയെ, ദേശബോധത്തെ, പൗരസ്വത്വത്തെ അംഗീകരിച്ചാൽ മാത്രമേ ഗാന്ധിസം മുന്നോട്ട് പോവുകയുള്ളൂ. ആദർശപരമായി അംഗീകരിക്കാൻ കടമയുണ്ട് അതിന്റെ ഫോളോവേഴ്സിന്. പക്ഷെ ഇസ്ലാം നോക്കൂ, പുണ്യ നബി പഠിപ്പിച്ചതിനെ ആശയപരമായി അംഗീകരിക്കൽ നിർബന്ധമാണ്. മൽ ഇസ്ലാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നിർബന്ധമാണ്. വതുഖീമ അസ്സലാ വതുഅതിയ അസ്സകാ നിർബന്ധമാണ്. വതസൂമ റമളാൻ നിർബന്ധമാണ്. ഒക്കെ നിർബന്ധമാണ്. അതേസമയം നോക്കൂ, ഈ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളച്ചമയത്തിൽ, എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ വെള്ളച്ചമയത്തിൽ, എന്തുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് തൊപ്പി, ശിരോവസ്ത്രം, താടി? അവിടെ അനുസരണം മാത്രമല്ല, അനുകരണം കൂടിയാണ്. നബി താടി വെച്ച പോലെ താടി, തലേക്കെട്ട് കെട്ടിയ പോലെ തലേക്കെട്ട്, ചിരിച്ച പോലെ ചിരി, കരഞ്ഞ പോലെ കരച്ചിൽ. അങ്ങനെ ലോകത്തുണ്ടായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് സഞ്ചരിക്കുമ്പോ എത്ര പാദപതനങ്ങളാണ്, കാൽവെപ്പുകളാണ് പുണ്യ നബിക്കുണ്ടായിരുന്നത് എന്ന എണ്ണം വെച്ചിട്ട് സഹാബികൾ എണ്ണം വെച്ച് അവരും അതിനോടൊപ്പം എത്താൻ ശ്രമിച്ചു. കാലിന് നീട്ടം കൂടിയ സഹാബികൾ അവരുടെ രണ്ട് കാലുകൾക്കിടയിലുള്ള അകലം കുറച്ചു മത്സരിച്ചു. നീളം കുറഞ്ഞ സഹാബികൾ കൂടുതൽ കൂടുതൽ ചാടി ചാടി നടന്നു. എന്താ ഉദ്ദേശം? പുണ്യ നബി എത്ര കാൽവെപ്പ് കൊണ്ടാണോ പള്ളിയിലെത്തിയത്, ആ കാൽവെപ്പ് കൊണ്ട് തന്നെ പള്ളിയിലെത്തണം. മാംസാഹാര പ്രിയരായിരുന്നു അറബികൾ അന്നും ഇന്നും എന്നും. പക്ഷെ അതിനിടയിൽ ഒരു അപവാദം ഉണ്ടായി. മാംസാഹാരത്തോട് അത്ര വലിയ പ്രതിപത്തി കാണിക്കാത്ത പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോ മദീനയിലെ മാർക്കറ്റിൽ ഏറ്റവും താഴ്ന്ന വില നിലവാരം ഉണ്ടായിരുന്ന പച്ചക്കറി, അതിൽ തന്നെ ചുരങ്ങയൊക്കെ അങ്ങാടി നിലവാരത്തിൽ മോഹവിലക്ക് വിൽക്കപ്പെട്ടു എന്നാണ്. കാരണം എന്താ? സഹാബികൾ ശ്രദ്ധിച്ചു, എന്താണ് പുണ്യ നബിയുടെ ഭക്ഷണ മെനു. നോക്കുമ്പോ ഇറച്ചിയിൽ നിന്ന്, ഇറച്ചിക്കറിയിൽ നിന്ന് തവി കൊണ്ട്, കൈല് കൊണ്ട് ഇറച്ചി കഷ്ണങ്ങൾ മാറ്റിയിട്ട് അതിന്റെ ഇടയിൽ നിന്ന് ചുരങ്ങ സെലക്ട് ചെയ്യുന്നത് കണ്ടു മദീനക്കാർ. മദീനയിലെ മാർക്കറ്റിലെ വില നിലവാരത്തെ പോലും നിയന്ത്രിക്കുകയായിരുന്നു പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വില നിലവാരത്തെ ഖുർആനിൽ എവിടെയും മദീനയിലെ, അറേബ്യയിലെ മുസ്ലിം ലോകത്തെ അടുക്കളയിലെ മെനു നിയന്ത്രിച്ചു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോന്നോരോന്ന് പറയുകയല്ല. അപ്പൊ ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ തൊട്ടാലും, ഏത് ഭാഗത്ത് നിന്ന് എങ്ങനെ കോരിയെടുത്താലും അത് മദ്ഹിന്റെ ഒരു ശേഖരമായി മാറുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് വരികയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഏത് ഭാഗത്ത് നിന്ന് നമ്മൾ പറഞ്ഞാലും നവരത്ന ശോഭ എന്നൊക്കെ പറയാറുണ്ട്. ഈ സ്ഫടികക്കല്ലിന്റെ പ്രത്യേകത മേശപ്പുറത്തൊക്കെ വലിയ വലിയ ആളുകൾ കാഴ്ചക്ക് വെക്കും. അതിന്റെ പ്രത്യേകത ഓരോ ഭാഗത്ത് ലൈറ്റ് അടിക്കുമ്പോഴും ആ സ്ഫടികക്കട്ടക്ക് ഓരോ മുഖത്തും ഓരോരോ നിറമായിരിക്കും എന്നുള്ളതാണ്. അതിനാണ് നവരത്ന ശോഭ എന്നൊരു പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. ഒരേ കട്ടയാണ്, പക്ഷേ
ഒരേ പ്രകാശവുമാണ് അടിക്കുന്നത്. ഓരോരോ ഭാഗത്തും ഓരോരോ മുഖത്തും ഓരോരോ കളറുകൾ. അതേപോലെയാണ് വാസ്തവത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഏത് ഭാഗമാണോ, ഏത് ആസ്പെക്ട് ആണോ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നാം പരിശോധിക്കുന്നത്, ആ ഭാഗത്ത് മാനവരിൽ മഹോന്നതനെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നോക്കൂ, നാം ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിലെ ചില വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് പ്രവാചകൻ ആരായിരുന്നു എന്നൊന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കുവാൻ പറ്റും. ഇന്നും ഇന്നലെയും ഈ ആഴ്ചകളും നമ്മുടെ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? ഞാനിതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയല്ല. സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട സദാചാര വിരുദ്ധമായ രാഷ്ട്രീയമാണ് വലിയ ചർച്ച. ശരിയാവാം, തെറ്റാവാം, നമ്മുടെ വിഷയമല്ല. പക്ഷേ നമുക്ക് ആലോചിക്കാമല്ലോ, സമൂഹം എത്ര വലിയ വൈരുദ്ധ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ആധുനികത എന്ന് പറയുന്ന കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ പുതിയ ജീവിത സിസ്റ്റങ്ങൾ എത്ര വലിയ വൈരുദ്ധ്യമാണ്. ഇറങ്ങുന്ന എല്ലാ സിനിമയിലും ഈ പറയുന്ന പുതിയ തരം ലൈംഗികതയാണ് പ്രമേയം. പരസ്ത്രീ ബന്ധമാണ്, അവിഹിത വീഴ്ചകളാണ്, ഓരോന്നിനും ഓരോരോ ഭംഗിവാക്കുകളാണ്. പഴയകാലത്ത് നാം ഹറാമുകളുടെ പേരിൽ പരിചയപ്പെടുത്തിയ എല്ലാ ജീവിത രീതികളും, സ്വന്തം ഭാര്യക്കപ്പുറം വേറെ ഭാര്യ, സ്വന്തം ഭർത്താവിനപ്പുറം വേറെ ഒരു പങ്കാളി, താൽക്കാലികമായ ലൈംഗിക ജീവിതങ്ങൾ, പ്രണയങ്ങൾ, വേലിചാട്ടങ്ങൾ, ഇത്തരം സദാചാര വിരുദ്ധങ്ങളായ സകല ജീവിത രീതിയെയും ഇന്ന് പ്രത്യയശാസ്ത്രവൽക്കരിച്ച് മനോഹരങ്ങളായിട്ട് പേരുകളാണ്, മനോഹരമായ പദങ്ങളാണ്. ആരുടെ കൂടെയാണ് നിനക്ക് ജീവിക്കാൻ, വ്യഭിചരിക്കാൻ, കടപ്പറ പങ്കിടാൻ തോന്നുന്നത് എന്നതിന് അതിമനോഹരമായി ഒരു ഇംഗ്ലീഷ് വാക്കിൽ കോർത്തെടുക്കാൻ പറ്റും. ആരോടാണടാ, ആരോടാണ് ഡി നിനക്ക് ക്രഷ്, മറ്റൊരു പദമാണ്. ഇത് മനോഹരമായ ഒരു വാക്കാണ്. CRUSH, ആരോടാണ് നിനക്ക് ക്രഷ്. ബാധ്യതയൊന്നുമില്ലാത്ത ലൈംഗിക ജീവിതം, ലിവിംഗ് ടുഗദർ, ഡേറ്റിംഗ്, 2-3 ദിവസത്തേക്കുള്ള അല്ലെ കുറച്ച് ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്കുള്ള ആഗ്രഹം തീർക്കൽ, ഇതൊന്നും പ്രതിപാദിക്കാത്ത കലാസൃഷ്ടികൾ എന്നില്ല, സാഹിത്യ സൃഷ്ടികൾ എന്നില്ല. ഇത്തരം കലാസൃഷ്ടികൾക്കും സാഹിത്യ സൃഷ്ടികൾക്കും സിനിമകൾക്കുമാണ് നാം റവന്യൂ വരുമാനം കൊടുത്ത് പോറ്റിപ്പുറത്തുന്ന ഭരണകൂടം പോലും അവാർഡുകൾ കൊടുക്കുന്നത്. അവർക്കാണ് സ്വീകരണം നൽകപ്പെടുന്നത്. അവരാണ് സോ കോൾഡ് സാംസ്കാരിക നായകന്മാർ. അതേ സമയം ഏതിന്റെ പേരിലാണോ അവാർഡ്, ഏതിന്റെ പേരിലാണോ പുരസ്കാരം, ഏതിന്റെ പേരിലാണോ അംഗീകാരം, അത് പ്രായോഗിക ജീവിതത്തിൽ പുലർത്തിയാലോ പോക്സോ, സദാചാര വിരുദ്ധത, തടങ്കൽ ശിക്ഷ, ഫൈൻ, പ്രകടനം, പന്തം കൊളുത്തി ജാഥ, എന്തൊക്കെയാണ്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതവുമായി ബന്ധമില്ലാത്ത സമാന്തര സംസ്കാരത്തെയാണ് ഭരണകൂടം പോലും പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് വരുന്നുവെങ്കിൽ, അതിനാണ് സാംസ്കാരിക നിലവാരം എന്ന് പറയുന്നത് എങ്കിൽ, ഒരു വാക്ക്, അര ചിഹ്നം ഞാൻ പറയുന്നതിൽ അവാസ്തവമുണ്ടോ? ഈ പറയുന്ന ഏതെങ്കിലും ഒരു സിസ്റ്റം ഇല്ലാത്ത ഏതെങ്കിലും ഒരു രീതി നാം പരിചയപ്പെടുത്തിയാൽ എന്താ നാം പഴി കേൾക്കേണ്ടി വരുന്നത്? 7-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായിട്ടുള്ള ഗോത്രകാല ജീവികൾ, മതപുരോഹിതന്മാർ, ഇതൊക്കെയാണ് കേൾക്കേണ്ടി വരുന്ന പഴി. പക്ഷേ അവർ തന്നെ മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് അവര് തന്നെ ജീവിച്ചാലോ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്ന സിസ്റ്റം. പക്ഷെ ഇവിടെയാണ് സുതാര്യമായ, അകവും പുറവും ഒന്നായ, അടുക്കളയിലും അരങ്ങത്തും ഒന്ന് പറയുന്ന, ഏട്ടിലും പാട്ടിലും ഒന്ന് തന്നെ പാടുന്ന, വൈരുദ്ധ്യങ്ങളില്ലാത്ത ഋജുവായ, ഹനീഫായ, മുസ്ലിമായ, മുഹമ്മദായ നേതാവ് നിൽക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നതൊന്ന് വേറെയും ചെയ്യുന്നതൊന്ന് വേറെയുമല്ല. അത് തന്നെയാണ് ഈ 2025 നാം നിലകൊള്ളുന്ന ഈ ശ്വാസോച്ഛ്വാസം കഴിക്കുന്ന ഈ നിമിഷത്തിലും ഒന്നാമനായി മാനവികതയുടെ മാതൃകയായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത്. പിടിക്കപ്പെട്ടു സഹാബിയായ സഫ്വാനും പിതാവും. ചരിത്രത്തിലെ ഒരു ചെറിയ ചേന്ത് ഖുറൈശികൾ പിടിച്ചതാണ് ബദർ യുദ്ധത്തിന്റെ തൊട്ട് മുമ്പ്. വിലപേശി ഞങ്ങൾക്ക് വിട്ടുതരണം, പക്ഷെ ഒരു കരാർ വെച്ചു, ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരരുത്. വിട്ടുകൊടുത്തു.
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ബദർ വരുന്നത്. ഈ സഹാബിയും പിതാവും പുണ്യനബിയുടെ അടുത്തെത്തി സമ്മതത്തിന്. അപ്പൊ പറഞ്ഞു, നിങ്ങളെ വിട്ടുകിട്ടാൻ എന്റെ ദൂതൻ അവരോട് പറഞ്ഞ വാക്കാണ്, നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ മദീനയിൽ വെച്ച് വിജയിക്കാൻ ദുആ ചെയ്താൽ മതി. അവരറിയുന്നില്ല, കാണുന്നില്ല നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതും വാക്ക് തെറ്റിക്കുന്നതും. പക്ഷെ അവരോട് കൊടുത്ത വാക്ക് എന്റെ വാക്കാണ്, ഞാൻ മായം ചെയ്യില്ല, ഇത് നിങ്ങൾക്കറിയില്ലേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വോട്ട് ചോരി കാലത്ത് ആലോചിച്ച് നോക്കൂ, വോട്ട് ചോരി കാലത്ത് ആലോചിച്ച് നോക്കൂ. ടെലിവിഷനിൽ വന്നൊന്ന് പറയുക, സ്റ്റേജിൽ വന്നൊന്ന് പറയുക, തിരശ്ശീല താഴ്ത്തിയിട്ട് ഗ്രീൻ മുറികളിൽ നിന്ന് മറ്റൊന്ന് ചെയ്യുക, ചിരിക്കുന്നവർ തന്നെ കരയിപ്പിക്കുക, കാരുണ്യം പറയുന്നവർ ലോകത്തെ ഏറ്റവും വലിയ കാഠിന്യത്തിന്റെ വക്താക്കളാവുക. ലോകത്ത് എല്ലാ യുദ്ധങ്ങൾക്കും പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ കാരണമാകുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫ്രോഡ് തെമ്മാടി രാഷ്ട്രമാണ് ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് എന്ന ധിമുഖനായ വ്യക്തി, അയാൾക്ക് അരമണിക്കൂർ മതി ഗാസയിലെ ഫലസ്തീനിലെ യുദ്ധം ഇല്ലായ്മ ചെയ്യുവാൻ. അദ്ദേഹമാണ് മിഡിൽ ഈസ്റ്റിനെ മുഴുവനും രക്തരൂക്ഷിത കലാപത്തിന്റെ ഭൂമിയാക്കുന്നത്, ആയുധ വിൽപ്പന നടത്തുന്നത്. ആള് തന്നെ പറയുകയാണ്, ഇന്ന് സമാധാനത്തിന്റെ നോബൽ സമ്മാനത്തിന് ഞാനാണ് അർഹൻ. കാരണം ഞാൻ 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 രാഷ്ട്രങ്ങൾക്കിടയിലുള്ള യുദ്ധം എന്റെ ഈ ടേമിനകത്ത് ഞാൻ ഇല്ലായ്മ ചെയ്തു. യുദ്ധത്തിന് ഒരു ഭാഗത്ത് തീ കൊളുത്തുക, മറ്റേ ഭാഗത്ത് സമാധാന പ്രഭാഷണം നടത്തുക, ദേശീയയുടെ ചരിത്ര പ്രഭാഷണം പോലെ. ആ കാലത്താണ് ഈ നേതാവിനെ ഓർക്കേണ്ടത്. അത് മനസ്സിലാക്കുന്നവരുണ്ട് ലോകത്ത്. അതുകൊണ്ടാണ് മൈക്കൽ എച്ച് ഹാർട്ട് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി, ദ 100 എന്ന പുസ്തകത്തിൽ, ഐസക് ന്യൂട്ടൻ രണ്ടാമനായ പുസ്തകത്തിൽ, യേശുക്രിസ്തുവും ശ്രീബുദ്ധനും പിമ്പിലായ പുസ്തകത്തിൽ, മഹാത്മാഗാന്ധിജിക്ക് പോലും ഒരിടം കിട്ടാതെ പോയ പുസ്തകത്തിൽ ഒന്നാമനായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. വിവരമുള്ള ലോകം പുണ്യനബിയെ അംഗീകരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ വിമർശകന്മാർ പോലും പുണ്യനബിയെ അംഗീകരിച്ചു. ഇന്ന് നാം ഈ ഗാസയെ ഓർത്തല്ലോ. ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രവാചക, യഹൂദ വംശാവലിയിലെ വലിയ ആധുനിക പ്രവാചക വിമർശകയായിരുന്നു ലേസി ഹസൽട്ടൺ. ഒരുപക്ഷെ നമ്മൾ പോലും ചിന്തിക്കാത്ത ഭാഗമൊക്കെ പറഞ്ഞിട്ടാണ് അവർ പുണ്യനബിയുടെ സത്യതയെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ വലിയ ഭാഗമായിരുന്ന അനി ബസന്റ് ഒക്കെ പ്രവാചക പ്രകീർത്തനം മദ്ഹ് ചെയ്തതിന്റെ അരികത്തെത്താൻ ഒരുപക്ഷെ നമുക്ക് പോലും കഴിയണമെന്നില്ല, കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും അവരവരുടെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് മദീനയിലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകം അംഗീകരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഞാൻ മനസ്സിലാക്കിയത്, അനി ബസന്റ് പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലെ അബസ വതവല്ല എന്ന് പറയുന്ന അധ്യായമാണ്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ വമാ യുദ്രീക ലഅല്ലഹു അയ്യസക്ക. ആ ഭാഗം അവർ കോട്ട് ചെയ്യുന്നുണ്ട്. വരേണ്യരായ ഖുറൈശി പ്രവൃത്തികളും പ്രമാണികളുമായിട്ടുള്ള ആളുകളുമായി ഒരു സംഭാഷണത്തിലായിരുന്നു പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഇസ്ലാം ആശ്ലേഷമാണ് ഉദ്ദേശം. അവർ പ്രധാനികളാണ്. എപ്പോഴെങ്കിലുമേ അവരുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ സാധ്യമാവുകയുള്ളൂ. അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിന് വലിയ നേട്ടമാണ് അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അനുസരിച്ച്. അപ്പോഴാണ് എന്നും ഏറെക്കുറെ കാണുന്ന തന്റെ തന്നെ സ്നേഹിതനായ അനുയായിയായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്ന അന്ധനായ സഹാബി വരുന്നത്. ഇത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു മുഫസ്സിർ പറയുന്ന ഭാഗമല്ല. ഇത് വിദേശിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായ സ്വാതന്ത്ര്യ സമര സേനാനിയായ മിസിസ് അനി ബസന്റ് അവര് പറയുകയാണ്, ഉമ്മു മക്തൂം വന്നപ്പോൾ പ്രവാചകൻ വേണ്ട വിധം ഗൗനിക്കാതെ പോയ ഒരു സന്ദർഭം, ഒരു നിമിഷം ഒരിക്കലും അവഗണിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴും കാണുന്ന ഒരാളാണ് വന്നിരിക്കുന്നത്. അധികം സംസാരിക്കാൻ കിട്ടാത്ത നേതാക്കന്മാരാണ് മറ്റൊരു ഭാഗത്ത്. എന്നും കാണുന്ന സാധാരണക്കാരനായ തന്റെ അനുയായിയെ വേണ്ട വിധം ഗൗനിക്കാതെ ഇസ്ലാമിന് വേണ്ടിയുള്ള ചർച്ചയുമായി പ്രവാചകൻ മുന്നോട്ട് പോകുമ്പോഴാണ് അള്ളാഹു തിരുത്തുമായി മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുന്നത്. റസൂലുള്ളാഹിനെ അനി ബസന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശാസിക്കുകയാണ്. അബസ, മുഖം ചൊളിച്ചു കളഞ്ഞില്ലേ, വതവല്ല, ഗൗനിക്കാതെ വിട്ടില്ലേ, അൻ ജാഅഹുൽ അഅ്മ,
അന്ധൻ വന്നതിനെ ചൊല്ലി ഈ സംസാരിക്കാൻ തെരഞ്ഞെടുത്ത ഈ അഭിസംബോധിതരായ വരേണ്യരേക്കാൾ ഹൃദയശുദ്ധി ഒരുപക്ഷെ ഈ വന്നണഞ്ഞ അന്ധനായിരിക്കുമല്ലോ. താങ്കൾക്ക് എന്തറിയാം? അനീബസന്റെ സൂക്ഷ്മമായ ഒരു ഭാഗം പറയുന്നത്, മുഹമ്മദ് അല്ലാത്ത മറ്റൊരാളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഈ 3 ആയത്തുകൾ മൂടി വെക്കുമായിരുന്നു, ലോകത്തോട് വിളിച്ച് പറയാൻ തയ്യാറാകില്ലായിരുന്നു. കാരണം എന്താണ് ഈ പറയുന്നത്? എന്നെ അള്ളാഹു ശാസിച്ചിരിക്കുന്നു, എന്റെ നിലപാട് അള്ളാഹു തിരുത്തിയിരിക്കുന്നു, ഞാൻ ചെയ്തതല്ല ശരി എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉമ്മു മക്തൂമെ മാപ്പ്, നിങ്ങളോട് ഞാൻ ചെയ്തതിനെ ചൊല്ലി അള്ളാഹു എന്നെ തിരുത്തി, എന്നെ ശാസിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ സത്യസന്ധരിൽ സത്യസന്ധനായ മുഹമ്മദിനല്ലാതെ മറ്റാർക്ക് പറ്റുമെന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ സാന്നിധ്യമായ ദൈക്ഷണിക ഇന്ത്യയുടെ ശില്പികളിൽ ഒരാളായ മിസസ് ആനി ബസന്റ്. നിരീക്ഷിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകും എന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര മനോഹരമായ ഭാഗമാണ്. ഞാൻ തൊട്ടു മുമ്പ് ഒരു പേര് പറഞ്ഞു, ലേസി ഹസട്ടൻ. അവർ സൂറത്ത് ത്വാഹയിലെ ഒരു ഭാഗം ഉദ്ധരിക്കുന്നുണ്ട് പ്രവാചകന്റെ സത്യസന്ധതയുടെ തെളിവായിട്ട്. വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മറന്നു പോകാതിരിക്കാൻ അവിടെ വെപ്രാളപ്പെടുന്ന പുണ്യ നബിയെ സൂറത്ത് ത്വാഹ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന തരുന്നുണ്ടല്ലോ. വലാ തഅജൽ ബിൽ ഖുർആൻ മിൻ ഖബ്ലി അൻ യുഖലാ ഇലൈക വഹ്യു ഖുർ റബ്ബി സിദ്നി ഇൽമാ. അതാണ് ആ ഭാഗം. എന്തിനാണ് അങ്ങ് തത്രപ്പെടുന്നത്? ജിബ്രീൽ ഓതിത്തരുന്ന വാക്കുകൾ കേട്ട് മനപ്പാഠമാക്കാൻ എന്തിനാണ് ധൃതി കൂട്ടുന്നത്? വലാ തഅജൽ ബിൽ ഖുർആൻ. നബി അങ്ങ് തത്രപ്പെടേണ്ടതില്ല, ധൃതി കാണിക്കേണ്ടതില്ല. അവധാനത പുലർത്തിയാലും മിൻ ഖബ്ലി അൻ യുഖലാ ഇലൈക വഹ്യു, അങ്ങയിലേക്ക് തന്നെയല്ലേ ഇത് മുഴുവനും ഇറങ്ങുന്നത്. അതാണ് അതിന്റെ സാരം. അങ്ങയോട് പറയാൻ തന്നെയല്ലേ ജിബ്രീൽ വരുന്നത്. പിന്നെ എന്തിനാണ് ഈ ധൃതി? അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുവാൻ മാത്രം വിശാലമായ ഒരു, അതിന് മാത്രം പാകപ്പെട്ട ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റിത്തരൂ എന്ന് ദുആ ചെയ്താൽ മതി. ലെസി ഹസട്ടൻ പറയുന്നു, ഈ ഭാഗവും പ്രവാചകനെ മൂടിവെക്കാമായിരുന്നു നമ്മളെപ്പോലുള്ള ഒരാളായിരുന്നു പ്രവാചകനെങ്കിൽ. കാരണം അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമാകുന്ന വചനങ്ങൾ ഏറ്റെടുക്കുവാനും മനപ്പാഠമാക്കുവാനും ഓർത്തുവെക്കുവാനും പകർന്നു കൊടുക്കുവാനും താൻ അധ്വാനിക്കുന്നുണ്ട്, ശ്രമകരമായ ദൗത്യമായി ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്ന തന്റെ തന്നെ കഴിവുകേടിനെ, അവരെ ഭാഷ ഉപയോഗിക്കുക, തന്റെ തന്നെ കഴിവുകേടിനെ ലോകത്തോട് പറയുമ്പോൾ, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് തിരുത്തി ഈ ഖുർആനിൽ തന്നെയുണ്ട് എന്ന് ലോകത്തോട് പറയുമ്പോൾ, അത് എത്ര വലിയൊരു സത്യസന്ധതയാണ്, എത്ര വലിയ സത്യസന്ധതയാണ്. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മളാണ് ഇനിയും കൂടുതൽ പഠിക്കേണ്ടത് എന്ന് തോന്നും അവരൊക്കെ പറയുന്നത് കേട്ടാൽ. ഖുർആൻ ശരിയാണ് എന്ന് നാം ഒരു ഖുർആനിക് വില്ലേജിൽ കൂടിയാണല്ലോ. ഇതേ വ്യക്തി പറയുന്നതിന്റെ തെളിവ് ഈ പ്രവാചകനെ പിടിച്ചുകൊണ്ടാണ്. സന്തോഷമുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഇറങ്ങുന്ന ആയത്തിൽ ദുഃഖമായിരിക്കും പ്രമേയം, ദുഃഖിക്കുന്ന സമയത്ത് ഇറങ്ങുന്ന ഖുർആനിൽ സന്തോഷമായിരിക്കും പ്രമേയം. എങ്ങനെയാണ് ഒരു സന്തോഷമുള്ള വ്യക്തിക്ക് ദുഃഖം പറയാൻ കഴിയുക? എങ്ങനെയാണ് ദുഃഖമുള്ള ഒരു വ്യക്തിക്ക് സന്തോഷം പറയാൻ കഴിയുക? നിരാശ മാത്രം 4 ഭാഗത്തും പൊതിയുന്ന സന്ദർഭത്തിലാണ് പ്രവാചകന്റെ വാക്കുകളിൽ പ്രതീക്ഷ മാത്രം വരുന്നത്. ഞങ്ങൾ ഭക്ഷിച്ചാലും ഞങ്ങൾ കാഷ്ടിച്ചാലും ഒട്ടകം കാഷ്ടിച്ചാലും രണ്ടും ഒരുപോലെ, രണ്ടും പുല്ല് തിന്നിട്ട് കറുപ്പ് നിറമായിരുന്നു എന്ന് സഹാബികൾ പറഞ്ഞൊരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നല്ലോ. ഒട്ടകത്തിനും ഭക്ഷണം പുല്ല്. ശുഅബ് ബനി അബീ ത്വാലിബിൽ ഉപരോധം ചെയ്യപ്പെട്ടപ്പോ പുണ്യ നബിക്കും കൂട്ടാളികൾക്കും ഭക്ഷണം അതും പുല്ല്. ഒടുവിൽ കാഷ്ടിച്ചാൽ അത് ഉണങ്ങിയാൽ മനുഷ്യ കാഷ്ടവും ഒട്ടകത്തിന്റെ കാഷ്ടവും ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാലം. ആ കാലഘട്ടത്തിലാണ് പ്രവാചകൻ പറയുന്നത്, ഏദൻ മുതൽ ഈലാ വരെ ഒരു പെണ്ണ് നിർഭയയായി സഞ്ചരിക്കുന്ന കാലം വരും. അത്രയും നിർഭയത്വം, ഇസ്ലാമികമായ സാമ്രാജ്യം വികസിക്കും എന്ന് പറയുന്ന കാലമേതാണ്? ആത്മവിശ്വാസത്തിന്റെ അവസാന വാക്ക്. അത്രയും ബോധ്യമുള്ള ഒരാൾക്കല്ലേ അത് പറയാൻ കഴിയൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ ഒരു ഭാഗം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത്രയും നമുക്കൊക്കെ എന്ത് ബോധ്യമാണുള്ളത്? പുണ്യനബിയുടെ ബോധ്യത്തിന്റെ ഒരു ശക്തി ആലോചിച്ച് നോക്കൂ. അത്രയും ബോധ്യമുള്ള, തനിക്ക് അവതീർണമാകുന്നത് അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഖുർആൻ തന്നെയാണെന്ന്, ഈ ഖുർആൻ പറയുന്നത് മുഴുവനും മാത്രമേ നാളെ പുലരൂ എന്ന്
ഒരിക്കലും ഈ പറയുന്നതൊന്നും വ്യാജമല്ലെന്ന് അതിന്റെ അടിത്തട്ടിൽ, അതിന്റെ കാമ്പിൽ, അതിന്റെ മർമ്മത്തിൽ തൊട്ട ഒരു മനുഷ്യന് മാത്രമല്ലേ ആ ആത്മവിശ്വാസം അവലംബിക്കുവാൻ കഴിയുകയുള്ളൂ. ഹജ്ജിന് മുമ്പർക്കും പോയവർക്ക് അറിയാമല്ലോ, മക്കയിൽ ഒരു പക്ഷേ ഏറ്റവും കണ്ണീരും കൗതുകവും സമ്മേളിക്കുന്ന ഒരു ദൃശ്യം ഗാർ സൗർ ആയിരിക്കും. കുത്തനെ മുകളിലോട്ട് നോക്കേണ്ടി വരും അത് കാണാൻ. അത്ഭുതപ്പെട്ടു പോകും. ഒരു സ്വല്പം ഹിസ്റ്റോറിസിറ്റി, ഒരു നൊസ്റ്റീഫീലുള്ള ഒരു വ്യക്തിയെ ഒരേ സമയം കണ്ണീരും കൗതുകവും അണിയിക്കാൻ മാത്രം ശക്തമായ ഒരു ഇന്നുമുള്ള ചിഹ്നമാണ് ഗാർ സൗർ. കയറി പോകണം ചെങ്കുത്തായ മലയിൽ, അതിനകത്തിരിക്കുകയാണ്. 3 ദിവസം അതിനകത്തിരുന്നു. അതിനകത്തിരിക്കുമ്പോ കിങ്കരന്മാര് പിടിക്കാൻ വന്ന സന്ദർഭം. ഒന്ന് താഴേക്ക് നോക്കിയാൽ ഉമയ്യത്ത് ബിൻ ഖലഫിനും കിങ്കരന്മാർക്കും ആളെ പിടികിട്ടും. അതിനകത്തുണ്ട് പുണ്യ നബിയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾക്ക് ബേജാറായി. അവര് നമ്മളെ പിടിക്കുമോ, അവര് നമ്മളെ പിടിക്കുമോ എന്ന് ചോദിച്ചപ്പോ വാസ്തവത്തിൽ ആരെയാണ് സമാധാനപ്പെടുത്തേണ്ടത്? അവിടെ ഉമയ്യത്ത് ബിൻ ഖലഫിനും സംഘത്തിനും ഒരിക്കലും അബൂബക്കർ ബിൻ അബീ ഖുഹാഫയുടെ തലയോട് താല്പര്യമില്ല. ജീവനോട് കൊണ്ടുവന്നാലും അറുത്ത് കൊണ്ടുവന്നാലും തലക്ക് 100 ചുവന്ന ഒട്ടകം ഇനാം പ്രഖ്യാപിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ തലയാണ്. അവർ അബൂബക്കർ സിദ്ദീഖിനെ കണ്ടാലും വെറുതെ വിടും. കാരണം മക്കയിലെ നമ്പർ 1 വ്യാപാരിയാണ്. അബൂബക്കറിനോട് അന്നും ഒരുപാട് കച്ചവടക്കാർ, ഷെയർ പാർട്ട്നേഴ്സ് ഖുറൈശികൾക്കിടയിൽ, കുഫാറിന്റെ ഇടയിൽ അന്നും ഉണ്ട്. അതേസമയം അവർ പിടിക്കാൻ വരുന്നത് പുണ്യനബിയെ അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കേണ്ടത്. പക്ഷേ പുണ്യനബി തിരിച്ചു ചോദിക്കുകയാണ്, മാ ദന്നുക ബിസ്നൈൻ വസാലിസുഹും അല്ലാഹ്. എന്തൊരു വാക്കാണ് ആ വാക്ക്? അബൂബക്കറെ നീ എന്തേ വിചാരിച്ചിരിക്കുന്നത്? മാ ദന്നുക ബിസ്നൈൻ വസാലിസുഹും അല്ലാഹ്. മൂന്നാമൻ അല്ലാഹുവായ 2 പേരെ കുറിച്ച് നീ എന്തേ വിചാരിച്ചത് എന്ന് ആ തീക്ഷ്ണതയുടെ, സന്നിഗ്ധതയുടെ സന്ദർഭത്തിൽ ചോദിക്കുവാൻ പുണ്യനബിയുടെ കേവലം ധീരതയല്ല കാരണം, ആത്മവിശ്വാസം നമുക്കില്ലാതെ പോയതും ആ ഒരൊറ്റ സാധനമാണ്. 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം സമൂഹത്തിൽ ഇല്ലാതെ പോയത് ചുരുക്കി നമ്മളിലേക്ക് വന്നാൽ ഈ സമൂഹത്തെ നട്ടല് നിവർത്തി നേരിടാൻ നമുക്കില്ലാതെ പോയ ഏക സാധനം ഈ പറയുന്ന ആത്മവിശ്വാസമാണ്. അത് പിന്നീട് ഖുർആൻ പ്രമേയവൽക്കരിച്ചു. പ്രവാചകന്റെ ആത്മവിശ്വാസത്തെ അള്ളാഹു അടയാളപ്പെടുത്തുകയായിരുന്നു. അത്രയും ബോധ്യമുള്ള ഒരാളാണ്. ഏറ്റവും വീട്ടിലേക്ക് ഓടിയില്ലേ? എന്തിനാണ് ഓടിയത്? യുക്തിവാദികൾ അല്ലെങ്കിൽ മതവിമർശകർ, പ്രവാചക വിമർശകർ, അവര് പറയുന്നതിന് ഇവിടെയുണ്ട് മറുപടി. മനഭ്രാന്താണെന്ന് കുറെ കൂട്ടർ, അഭിനയമാണെന്ന് വേറെ കുറെ ആളുകൾ, വിവരക്കേടാണെന്ന് വേറെ കുറെ ആളുകൾ. സ്വന്തം ഭാര്യയിലേക്കും കൂട്ടുകാരിലേക്കും വീട്ടുകാരിലേക്കും ആദ്യം പോയി പറയണമെങ്കിൽ അതിലെന്തേ ഇത്ര വലിയ അഭിനയം? നമ്മളൊരു വിഷയം അഭിനയിക്കുക എവിടെ പോയാലാണ്. അല്ലെങ്കിൽ ഒരു വിഷയം അഭിനയിക്കണമെങ്കിൽ എന്താണ് ചെയ്യുക? അധികാരം വേണം, പെണ്ണ് വേണം, അല്ലെങ്കിൽ സ്വത്ത് വേണം. അതിനൊക്കെ ഉള്ള ഒരു മാർഗമായി, ആയുധമായിട്ട് ഈ നുബുവത്തിനെയും പ്രവാചകത്വത്തെയും ദുരുപയോഗം ചെയ്യലായിരുന്നു പ്രവാചകന്റെ ഉദ്ദേശമെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നമ്മളെ കുറിച്ച് യാതൊരു പിടിപാടുമില്ലാത്ത ഏതെങ്കിലും വിദൂര നാട്ടിലേക്ക് പോകും. എന്നിട്ട് അവിടെ നമ്മള് ഒരു സ്വകാര്യ ജീവിതം ആരംഭിച്ച് പതിയെ നമ്മുടെ കരു അവിടെ ഇറക്കും. ആത്മീക ചികിത്സയായിട്ടോ, വ്യാജ സിദ്ധനായിട്ടോ, വ്യാജ ഡോക്ടറായിട്ടോ ഒക്കെ വിലസാൻ ശ്രമിക്കും. നമ്മളെ കുറിച്ച് അറിയാത്ത നാട്ടിലെ നമ്മുടെ ഈ പരിപ്പ് അല്ലെങ്കിൽ ആ പരിപ്പ് വേവൂ. പക്ഷേ പ്രവാചകൻ ആദ്യമായിട്ട് ഈ സത്യം പറയുന്നത് തന്റെ എല്ലാമായ പത്നിയോടാണ്. വീട്ടിലെ പത്നി സമ്മതിച്ചാൽ അത് ലോകത്തെ ഏറ്റവും വലിയ അംഗീകാരമാണ്. നാട്ടിലെയും റോട്ടിലെയും ഹീറോകൾ എത്രയോ വീട്ടിൽ സീറോയാണ്. കേട്ടപാടെ ഖദീജ പറഞ്ഞില്ലേ, അല്ലാഹു അങ്ങയെ കൈയൊഴിയില്ല. എത്ര വലിയ കരുത്ത ഖദീജ കൊടുത്തു എന്നുള്ളതല്ല, അങ്ങനെ പറയാൻ ബീവി ഖദീജക്ക് സാധിച്ചത് അത്രയും കാലം ഖദീജ അനുഭവിച്ച വ്യക്തി, അതിന് മാത്രം മൂല്യമുള്ള കൊള്ളാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. വീട്ടിൽ അംഗീകാരം. ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്നൊരു ഉദാഹരണ കഥയുണ്ട്. അത് കേവലം കഥയല്ല. അമേരിക്കയിലെ വലിയ മുൻ പ്രസിഡന്റ് ആയിരുന്നു മാൽക്കം എക്സ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം സമാധാനത്തിന്റേത് പ്രഖ്യാപിച്ചപ്പോ നോർവൻ സർക്കാർ, നോബൽ പുരസ്കാര കമ്മിറ്റി അദ്ദേഹത്തെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്.
അന്നത്തെ ടെലഗ്രാം സന്ദേശം റിസീവ് ചെയ്തത് പത്നിയാണ്, ഭാര്യയാണ്. അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിനാണ് ഈ വർഷത്തെ നൊബേൽ സമ്മാനം. അപ്പൊ അതിനോടുള്ള ഈ പത്നിയുടെ മാൽക്കം എക്സിന്റെ, പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന മാൽക്കം എക്സിന്റെ പത്നിയുടെ മറുപടി, ഇത്രയും മോശപ്പെട്ട വ്യക്തി എത്ര കാലത്ത് കൊടുത്തത് അറിയില്ലല്ലോ. ഭർത്താവിനോടുള്ള ഭാര്യയുടെ അഭിപ്രായം അതാണ്. അവിടെയാണ് വഫാത്തിന് ശേഷം ആയിഷ ബീവിയോട് ചെന്ന് ചോദിക്കുന്നില്ലേ, എങ്ങനെയായിരുന്നു നബി എന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയായിരുന്നു രാവ്, എങ്ങനെയായിരുന്നു പകൽ, എങ്ങനെയായിരുന്നു വീട്ടിൽ, എങ്ങനെയായിരുന്നു നാട്ടിൽ, മൊത്തത്തിലൊന്ന് പറ, ഒറ്റവാക്കിൽ പറ. ബുദ്ധിമതിയായ ആയിഷ ബീവി ഒറ്റവാക്കിൽ അതിന് മറുപടി കൊടുത്തു. എന്റെ പുതിയാപ്പിള, എന്റെ ഭർത്താവ്, ലോകത്തിന്റെ നേതാവ്, അല്ലാഹുവിന്റെ ദൂതൻ, ഖുർആനായിരുന്നു. എന്തിന് കൂടുതൽ പറയണം? കാന ഖുലുഖുഹു അൽ ഖുർആൻ. അതിന് ചില ആധുനിക വ്യാഖ്യാനം കണ്ടിട്ടുണ്ട്, വകാന ഖൽഖുഹു അൽ ഖുർആൻ. അങ്ങനെയും അതിനെ വായിക്കാം എന്ന്. പ്രവാചകന്റെ വ്യക്തിത്വം, സൃഷ്ടിപ്പ്, പ്രവാചകന്റെ ആ മൊത്തം പെഴ്സോണ, സ്വഭാവം മാത്രമല്ല, ഒരു വ്യക്തിയെ ആ വ്യക്തിയാക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അടിമുടി ഖുർആനായിരുന്നു. എംബഡിമെന്റ് ഓഫ് ഖുർആൻ. അതിന്റെ ടെക്നിക്കൽ ടേം അതാണ്, എംബോഡിമെന്റ് ഓഫ് ഖുർആൻ. ഖുർആനിനെ മനുഷ്യരൂപത്തിൽ ഖുർആൻ കാണണമെങ്കിൽ ഖാമൂഷ് കർ റഹേ ഹോ ഖുദാ കി കിതാബ് ഹേ. മിണ്ടാതിരിക്കുന്ന, മൗനം പാലിക്കുന്ന നബിയെ കുറിച്ച് കവി പറഞ്ഞല്ലോ, അത് ഖുദാ കി കിതാബ് ഹേ, പൊട്ടിവെച്ച മുസ്ഹഫ. ഇനി നബി മിണ്ടാൻ തുടങ്ങിയാലോ? മിണ്ടാൻ തുടങ്ങിയാൽ അല്ലാഹുവിന്റെ റസൂലുമാണ്. ആ വലിയ ഉപമ ലോകത്തിന് കൊടുത്തത് ഈ ഭാര്യ കൊടുത്തു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഭാര്യയോട് ചെന്ന് പറയാൻ പറ്റിയെന്നുള്ളതാണ്. അത്രയും കാലം കൂട്ടുകാരനായ 1,00,000 മുഖിയസത്തിന്റെ മുതലാളിയായ അബൂബക്കർ എന്നൊക്കെ പറയുമ്പോ റളിയല്ലാഹു അൻഹു പൊതുസമൂഹത്തിന് തോന്നും ഒരു മുന്തിയ മുസ്ലിയാർ. അല്ല, മക്കയിലെ ഏറ്റവും വലിയ ചുവന്ന ഒട്ടകത്തിന്റെ, ഇന്നത്തെ ഏറ്റവും വലിയ കാർ ഏതോ നമുക്കറിയാത്ത ഏറ്റവും വലിയ കാറ്, കുട്ടികളൊക്കെ പല കാറിന്റെയും പേര് പറയാറുണ്ടല്ലോ. അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അറേബ്യയിലെ ഒരു പാരിതോഷികം മാത്രം കൊടുക്കുന്ന ലക്ഷറി വാഹനമായിരുന്നു ചുവന്ന ഒട്ടകം. അതിന്റെ ഹോൾസെയിൽ ഡീലറായിരുന്നു അബൂബക്കർ ബിൻ അബി ഖുഹാഫ. ഷെയർ പാർട്ണറായ അംർ ബിൻ ഹിഷാം എന്ന് പിന്നീട് അബൂജഹൽ എന്ന് ചീത്തപ്പേര് സമ്പാദിക്കാൻ ദൗർഭാഗ്യമുണ്ടായ വ്യക്തി. അദ്ദേഹം ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന വലിയ മഹാമുതലാളി, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ, ഏറ്റവും വലിയ മുജ്തഹിദ്, ഏറ്റവും വലിയ ആലിം, അള്ളാന്റെ റസൂൽ കഴിഞ്ഞാൽ ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ മുസ്ലിയാർ, ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിയാർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമനായ മുസ്ലിയാർ ഈ ഉമ്മത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ വ്യാപാരി ആ മുസ്ലിയാരായ അബൂബക്കർ ബിൻ അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു. വഫാത്താകുമ്പോൾ പിന്നെ ഒറ്റ ജുബ്ബയെ ഉണ്ടായിരുന്നുള്ളൂ. അത് മറ്റൊരു വിഷയം, ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. അത്രയും വലിയ ധനാഢ്യനായ ഒരു വ്യക്തി, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ യജമാനായ ഒരു വ്യക്തി, ആ വ്യക്തി പറയുകയാണ് ഇൻകാല അലൈസകു, ആകാശത്തിന്റെ മുകളിൽ പോയി എന്നാണ് പറയുന്നത്, അള്ളാനെ കണ്ടു എന്നാണ് പറയുന്നത്. ഒരു രാത്രിയുടെ അരമണിക്കൂറേ ആയിട്ടുള്ളൂ എന്നാണ് അവരുടെ അനുഭവം. മിഅ്റാജ്, അതാണ് രംഗം. ഈ നേതാവിനോടാണ് പറയുന്നത്. അബൂബക്കറെ ഇപ്പൊ എന്തായി എന്നാണ് ചോദ്യം. പറഞ്ഞു എവിടെ എത്തി, കൊത്തി മുറത്ത് കൊത്തി എന്ന് പറഞ്ഞ ടോണാണ്. ഇതൊക്കെ നമുക്ക് അംഗീകരിക്കായിരുന്നു അബൂബക്കറെ, പക്ഷെ നിന്റെ നേതാവ് ഇപ്പൊ എന്താ പറയുന്നത്? അതാണ് അതിന്റെ ഒരു ഒഴുക്ക്. ഇന്നലെ രാത്രി അള്ളാനെ കണ്ടു ഒന്നൂത്രേ, നിസ്കാരം കിട്ടിയത്രേ, എല്ലാം കൂടി ആയതോ, അതിരുകൾ അറിയാത്ത ആകാശത്തിന്റെ അപ്പുറം പോയി തിരിച്ചു വരാൻ ആകെ ആവശ്യമായതോ ഒരു കാമണിക്കൂർ. ഇപ്പൊ എങ്ങനെയുണ്ട് അബൂബക്കറെ? ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ആള് ശരിയില്ല. അതായിരുന്നു അബൂബക്കറിന് നേരെ പോയ കൊളുത്ത്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞ ഒറ്റ മറുപടി, എല്ലാ വർത്തമാനങ്ങളും അപ്രസക്തമാകുന്ന ഒറ്റ മറുപടി, ഒറ്റ മറുപടി, പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. മീഡിയ വണ്ണും മലയാള മനോരമ ന്യൂസും മാതൃഭൂമി ചാനലും 24 മാത്രം കേട്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇൻകാല, അതൊരു സനതുള്ള വർത്തമാനമാണെങ്കിൽ അപ്പുറത്തിനപ്പുറം വർത്തമാനമില്ലെന്ന് സ്വന്തം അനുയായി, ലോകപരിചയമുള്ള അനുയായി, നിസാരക്കാരനായ അനുയായി അല്ല, ലോകപരിചയമുള്ള അനുയായി, ഒരു അനുയായിയുടെ മാത്രം സാക്ഷ്യമല്ല. ലഖദ് വഫത്തു അലാ മുലൂകി കിസ്റ വ കൈസറ വ നജാഷി. മറ്റൊരു വ്യക്തിയുണ്ടല്ലോ, ഉറുവ, നിഷേധിയായ ഉറുവ.
ഞാൻ ഹെറാക്ലീസിനെ കണ്ടു, ബൈസന്റൈൻ സാമ്രാജ്യം ഞാൻ കണ്ടു, സസാനിയൻ സാമ്രാജ്യം ഞാൻ കണ്ടു, ഹുർമുസിനെ ഞാൻ കണ്ടു, എത്യോപ്യയിൽ ഞാൻ പോയി, ലോകത്തെ ഒട്ടുമിക്ക അന്നത്തെ വൻകിട രാഷ്ട്രങ്ങളും ഞാൻ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താ? മാ റഅയ്തു മലിക്കൻ അഹദൻ ഖത്ത് യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. മദീനയിലെ ഈ ഈത്തപ്പന കൊട്ടാരത്തിൽ പാർക്കുന്ന ഈത്തപ്പനയുടെ ഉണങ്ങിയ തണ്ട് തൂണാക്കി, ഈത്തപ്പനയുടെ ഓല മേൽക്കൂരിയാക്കി, മഴ പെയ്താൽ ചോർന്നൊലിക്കും എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തിയ പരിപരുത്ത ഈത്തപ്പനയുടെ അടയാളങ്ങൾ നടുപ്പുറത്ത് വെരുമാറ് ഏറ്റവും വലിയ ലാളിത്യത്തിൽ ജീവിച്ചു പോയ, ആടിന്റെ അകിട് വലിച്ച് പാല് കറന്ന, കണ്ടം വെച്ച കുപ്പായമണിഞ്ഞ, അടുക്കളയിൽ ഭാര്യയെ ജോലിയിൽ സഹായിച്ച, തലയുയർത്തി നടക്കാതെ തല താഴ്ത്തി നടന്ന, തന്നെ കണ്ട് ആരെങ്കിലും പരിഭ്രമിച്ചാൽ പരിഭ്രമിക്കേണ്ട, ഞാൻ ഉണക്കച്ചപ്പാത്തിയും പച്ചവെള്ളവും തിന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് സാന്ത്വനിപ്പിക്കുന്ന, ചിരിക്കുമ്പോ കൂടെ ചിരിക്കുന്ന, കരയുമ്പോ കൂടെ കരയുന്ന ആ നേതാവിനെ കൊണ്ട് പറയുകയാണ്, ആ നേതാവിന്റെ അണികളും, ആ നേതാവിന്റെ ശിഷ്യന്മാരും, ആ നേതാവിന്റെ കൂട്ടാളികളും, ആ നേതാവിന്റെ സഖാക്കളും, ആ നേതാവിന്റെ അനുയായികളും ബഹുമാനിക്കുന്ന പോലെ ബഹുമാനിക്കുന്നത് ഞാൻ പേർഷ്യയിൽ കണ്ടില്ല, ഞാൻ റോമിൽ കണ്ടില്ല, ഞാൻ ആഫ്രിക്കയിൽ കണ്ടില്ല. ഞാൻ അപകം ദീർഘിപ്പിച്ച് പറയുകയല്ല, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓവറല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒറ്റ വാക്ക് എന്തേ ഉറവ ബാക്കി പറയുന്നതെന്നറിയോ? അന്നത്തെ റോം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 2 അമേരിക്കയാണ്. അന്നത്തെ പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യയും ചൈനയും അതിനപ്പുറമാണ്. ആ ചക്രവർത്തിമാരെ മുഴുവനും കണ്ടു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയോ? ഇതാ തവല്ല, പ്രവാചകൻ വുളു എടുക്കാൻ ആരംഭിച്ചാൽ ഫഖതലു അലാ വളുഇഹി, നമ്മൾ അവസാന ബസ്സിൽ കയറി പറ്റാൻ വൈകുന്നേരം ഒറ്റ ബസ്സേ ഉള്ളൂ, ഹർത്താലിന്റെ ദിവസം ഒറ്റ ബസ്സേ ഉള്ളൂ. ട്രെയിനിൽ ഈ ട്രെയിൻ മിസ്സായാൽ വേറെ പോകാൻ വഴിയില്ല. ആ ഘട്ടത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു തുടുക്കയില്ലേ, അതിനാണ് ഇഖ്തിതാൽ എന്ന് പറയുക. ഫഖതലു അലാ വളുഇഹി, പ്രവാചകൻ വുളു ചെയ്യുമ്പോൾ ഇറ്റിറ്റി വീഴുന്ന ബാക്കി ജലം സ്വീകരിക്കാൻ അവർ തമ്മിൽ തല്ലി മത്സരിക്കുന്നത് ഞാൻ കണ്ടു. മാത്രവുമല്ല, അതിനുശേഷം ഒരു ഹദീസിന്റെ അവസാന ഭാഗമുണ്ട്, ഇൻ തനഖമ നുഖാമതൻ, പ്രവാചകൻ ഒരു കഫം പുറത്തേക്ക് തുപ്പുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൈ കോളാമ്പിയായിരിക്കും. അത് കിട്ടുന്നയാൾ അതൊരു കോസ്മെറ്റിക് പ്രൊഡ്യൂസ്, ഒരു സൗന്ദര്യ സംവർദ്ധക വസ്തു എന്ന പോൽ അത് മുഖത്ത് ലേപനം ചെയ്യും. ഇത് ഞാൻ പേർഷ്യയിൽ കണ്ടില്ല, ഇത് ഞാൻ റോമിൽ കണ്ടില്ല, ഇത് ഞാൻ ഒരിടത്തും കണ്ടില്ല. ഇത് സമകാലീനരായ ആൾക്കാർ പറയുന്നതാണ്. ഇന്ന് പറയുന്നത് നാം തുടക്കത്തിൽ പറഞ്ഞു, എന്നും പറയുന്നത് വിവരമുള്ളവരും, ഞാൻ നിർത്തുന്നു, ധിഷണാശാലികളും, വൈകാരികമായി പ്രതികരിക്കാതെ വൈചാരികമായി ലോകഗതിയെ വിലയിരുത്തുന്നവരും, അവർക്കാണല്ലോ വാല്യൂ, അവരാണല്ലോ മനുഷ്യ സമൂഹത്തിന്റെ കാമ്പും കാതലും. ബാക്കി വെറും ബഹളങ്ങളാണ്, ലഹളയാണ്. അവര് പറഞ്ഞു പോകുന്നു ലോകത്ത് എന്തൊക്കെ ലഹളകൾ, എന്തൊക്കെ ബഹളങ്ങൾ. അങ്ങനെ പുഴുവിനെ പോലെ ജീവിച്ച് പുഴുവിനെ പോലെ മരണപ്പെട്ടു പോകുന്ന ആൾക്കാരെ നാം ഈ ചർച്ചാ പരിസരത്ത് ആലോചിക്കുക പോലും ചെയ്യുന്നില്ല. നമ്മൾ അവരെ പരിഗണിക്കേണ്ടതുമില്ല. അതേസമയം ഇസ്ലാമിലേക്ക് വരാത്തവരിൽ തന്നെയുള്ള ഈ വലിയ വിഭാഗം, അത് കേരളത്തിലുണ്ടായിട്ടുണ്ട്, ലോകത്തെവിടെയുണ്ടായി, കവികളിലുണ്ടായി, ചിന്തകന്മാരിലുണ്ടായി, രാഷ്ട്രീയക്കാരിലുണ്ടായി. പറഞ്ഞു മലയാളത്തിന്റെ ഒരു മഹാകവിയുടെ വാക്കോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മളൊക്കെ വിശ്വാസം ഇല്ലെങ്കിലും പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, കരുണവാൻ നബി മുത്തുരത്നമോ, ശ്രീനാരായണ ഗുരു. അദ്ദേഹം അന്തിച്ചു പോകുന്നു, അസ്തപ്രജ്ഞനാകുന്നു, മറുപടി പറയാൻ കഴിയുന്നില്ല. നബി എന്ന മഹാകടലിന്റെ അലതല്ലെന്ന തിരമാലകൾക്ക് മുമ്പിൽ അന്തിച്ച് നിന്നുപോയ ശ്രീനാരായണൻ ഒടുവിൽ ചോദിക്കുന്നു, പുരുഷാകൃതി പൂണ്ട ദൈവമോ, സാക്ഷാൽ ദൈവം തമ്പുരാൻ ഒരാണായി അവതരിച്ചതാണോ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അതല്ല, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ? ഇനി ഒരു മനുഷ്യൻ ദൈവാവതാരമായിട്ട് ധർമ്മമായി പുലർന്നതോ ഈ വ്യക്തിത്വം? സംശയമാണ്, രണ്ടാൽ ഒന്നാണ്. അതേപോലെ കരുണാവാൻ നബി മുത്തുരത്നമോ? എത്രയെത്രയോ കണ്ടതിൽ ഈശ്വരത്വം, കൽപ്പിച്ച് നടന്നൊടുക്കും, നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസ വള്ളത്തോൾ നാരായണ മേനോൻ ഇല്ലെങ്കിൽ മലയാള സാഹിത്യം ഉണ്ടോ?
ചങ്ങമ്പുഴയും വള്ളത്തോളും കുമാരനാശാനും ഇല്ലെങ്കിൽ മലയാള സാഹിത്യമുണ്ടോ? വള്ളത്തോളിന്റെ ഏറ്റവും മനോഹരമായ കവിതയാണ് പാംസസ്നാനം. വള്ളത്തോളിന്റെ തുലികയിൽ പിറന്ന ഏറ്റവും മനോഹരമായ സർഗസൃഷ്ടി ഏതെന്ന് ചോദിച്ചാൽ അത് പാംസസ്നാനമാണ്. ചരിത്രമുള്ള പാംസസ്നാനം, മാനവികതയുള്ള പാംസസ്നാനം. അതിൽ പ്രമേയവൽക്കരിക്കപ്പെട്ടത് മക്കത്തെ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടതിൽ ഈശ്വരത്വം. കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളുമരുടെ മൂർഖൻ പാമ്പ് വരെ ദേവീ ദേവന്മാരിൽ ദിവ്യത്വം ചാർത്തിയ അറേബ്യക്കാർ കൽപ്പിച്ചു നടന്നൊടുക്കും. വള്ളത്തോൾ അവിടെ പറയുന്ന സൂക്ഷ്മമായ ഒരു വാക്കാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ച് നടന്നൊടുക്കും. അടുത്ത വാക്കാലോചിക്കണം. നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസ അറേബ്യക്കാർ. ഈ വശം ഒരു പക്ഷേ മലയാളത്തിൽ ഇന്നും ഏറ്റവും വലിയ സംവാദാത്മകമായ ഒരു ഏറ്റവും ബൗദ്ധികമായിട്ടുള്ള ഒരു പോയിന്റാണ് വള്ളത്തോൾ മുന്നോട്ട് വെക്കുന്നത്. എല്ലാ അതിശയിപ്പിക്കുന്നതിൽ മുഴുവനും ഈശ്വരത്വം കൽപ്പിക്കുന്നവരാണ് ഒടുവിൽ നിരീശ്വരത്വത്തിലേക്ക് വീഴുക. ഞാൻ ആ ഭാഗത്തേക്ക് എന്റെ വിഷയം കൊണ്ടുപോകല. നിരീശ്വരവാദികളോട് ചോദിച്ചാൽ അവർ പറയും ശാസ്ത്രമാണ് വലുത്, അള്ളാഹു അല്ല, ദൈവം അല്ല. കാരണം എന്താ? ശാസ്ത്രം അവിടെ എത്തി, ശാസ്ത്രം ഇവിടെ എത്തി, ശാസ്ത്രം കൊണ്ടല്ലേ. 2 ദിവസം മുമ്പ് സിനിമാ നടൻ മമ്മൂട്ടിയുടെ രോഗം മാറി എന്ന് പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ ദൈവത്തിന് സ്തുതി എന്ന് ശ്രീകുമാർ പോസ്റ്റ് ഇട്ടപ്പോ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഉദാഹരണം, അദ്ദേഹത്തെ പോലും തെറി വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇത് ദൈവം, ശാസ്ത്രമല്ലേ. ഇതിനെയാണ് വള്ളത്തോൾ പരിഹസിക്കുന്നത്. എന്താണോ അത്ഭുതം കാണിച്ചു തരുന്നത്, എന്താണോ അത്ഭുതം ഉണ്ടാക്കി തരുന്നത്, അതിൽ ദിവ്യത്വം ചാർത്തി ഒടുവിൽ അതിനേക്കാൾ വലിയ അത്ഭുതം കാണുമ്പോ ഇത് വള്ളത്തോളിന്റെ ബുദ്ധിയല്ല, ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തോട് പറഞ്ഞ ഒരു യുക്തിന്യായമാണ്. നക്ഷത്രം കാണുമ്പോ അതിന് എന്റെ റബ്ബാണെന്ന് പറഞ്ഞു. അസ്തമിച്ചപ്പോ ഇതിനെ റബ്ബാക്കാൻ കൊള്ളില്ലല്ലോ, നാടകീയമായി അവതരിപ്പിച്ചു. ആദ്യം ചന്ദ്രനെ, പിന്നെ സൂര്യനെ, നക്ഷത്രങ്ങളെ മുഴുവനും. എല്ലാ അസ്തമിക്കുന്നതിൽ നിന്നും അതിന്റെയൊക്കെ ദിവ്യത്വം, അതിന്റെ അനർത്ഥം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് ഏകനായ ഇലാഹിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നയിച്ചതിന്റെ ഏറ്റവും ചെറിയ സൂക്ഷ്മമായ ഒരു വശം ഓർത്തപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസ അറേബ്യ. അപ്പൊ അവരോടെന്തേ നബി പറഞ്ഞത്? അവരോട് നബി പറഞ്ഞു, നിങ്ങൾ കൂപ്പും കല്ലല്ല, മരമല്ല, അല്ലാഹു സർവാധിശക്തനേകൻ. ഈ കല്ലും മരമൊന്നുമല്ല, അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് വന്ദിക്കേണ്ടത്. അവനാണ് ഏകനായ ഇലാഹ്. നിങ്ങൾ കൂപ്പും കല്ലല്ല, മരമല്ല, അള്ളാഹു സർവാദി ശക്തനേകൻ. പക്ഷേ അവരോ, ഇവർക്കിരുട്ടേ പ്രിയമത്ര മൂതിക്കെടുക്കയായി ഇത്തിരി കൈവെളിച്ചം കൊണ്ടുചെന്നാൽ ഊതിക്കെടുത്താനാണ് അവർ തുനിഞ്ഞത്. യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹ് വലാകിൻ യഅബല്ലാഹു ഇല്ലാ അയ്യുതിമ്മ നൂറ. അവർ ഊതിക്കൊടുക്കാൻ ശ്രമിച്ചു. ഇത്തിരി കൈവട്ടം കൊണ്ടു ചെന്നാൽ ഊതിക്കെടുത്തുകയാണ്. മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോ. നബിയുടെ കാര്യത്തിൽ അവർ അത്രയും അസഹിഷ്ണുത പുലർത്തി. ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല. ഒടുവിൽ ആ കവിത എങ്ങനെയാണ് വികസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ വാക്ക് പറയാനാണ് ഞാൻ ഈ അധ്വാനം. വിദ്യാപവാദത്താൽ മറഞ്ഞു സത്യമവിദ്യതൻ വിബോധം, വിജ്ഞാന ഗർഭം തിരുമൗലി തൊട്ടു സന്മാർഗ സഞ്ചാരി പദം വരേക്കും. പാംസുൽക്കരം പറ്റിയ പുണ്യമാന് പാർത്തങ്ങു തമ്മാടികൾ കൂകിയാർത്തു. അയ്യയ്യ, മൺകൊണ്ട് അഭിഷക്തനായല്ലോ മതസാർവഭൗമൻ. ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചരിത്രത്തിന്റെ ഇങ്ങേ തലക്കൽ മറ്റൊരു മഹാപുരുഷൻ ഖേദിക്കുകയാണ്. കല്ല് കൊണ്ടെറിഞ്ഞത്, മൺകട്ട കൊണ്ടെറിഞ്ഞത്, തായിഫിൽ ക്രൂരത കാട്ടിയത്, നടന്നു പോകുന്ന പാതവക്കിൽ പുഴുകുത്തിയിട്ടതിൽ വീട്ടാൻ ശ്രമിച്ചത്, ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയത്, അന്നീ നരസ്നേഹി നമസ്കരിച്ച കിടന്നവാദി ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്താനേ ലഭിച്ചുള്ളൂ, നമുക്ക് ഭാഗ്യം. വള്ളത്തോട് പാടുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഖേദിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഹേ മുഴക്കിയിടുവീൻ ജയശബ്ദമെങ്ങും, വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. ഹേ ലോകമേ മുഴക്കിയിടുവീൻ, ഹേ ജയശബ്ദമെങ്ങും, ഈ ഇസ്ലാമേ ജയിക്കൂ, വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. അവിടെയാണ് മലയാളം. വള്ളത്തോളിന്റെ മീതേക്ക് പോകാൻ അതിന് മാത്രം പിറന്ന മറ്റൊരാൾ ഈ മലയാളത്തിൽ ഇനി പിറന്നിട്ട് വേണ്ടേ? വള്ളത്തോൾ അങ്ങനെയാണ് പറഞ്ഞത്. ശ്രീനാരായണ ഗുരു അങ്ങനെയാണ് പറഞ്ഞത്. ലോകത്ത് ആലോചിക്കുന്നവർ മുഴുവനും അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ.